ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന 4 വെറൈറ്റി രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള രസമാണ്. ഒന്ന് പൈനാപ്പിൾ, ഒന്ന് ആംല രസം, പിന്നെ അതേപോലെ തന്നെ സാധാരണ തക്കാളി രസവും ഗാർലിക് രസം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാത്ത നെല്ലിക്ക രസത്തിൻ്റെ റെസിപ്പിയാണേ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള നെല്ലിക്ക രസമാണ്. രസം ഇഷ്ടപ്പെടാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തോരപ്പരിപ്പ് ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം. ഞാനിവിടെ തോരപ്പരിപ്പ് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് മഞ്ഞൾ, ഇത്രയും ചേർത്ത് ഒന്ന് കുക്കർ അടച്ച് വെച്ച് 4-5 വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് വരണം. കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസിയായിട്ട് ഒന്ന് കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, നെല്ലിക്ക ചേർക്കുന്നതുകൊണ്ട് കയ്പുണ്ടാവും ഈ രസം എന്ന്. ഒട്ടും കയ്പില്ല, നിങ്ങൾക്കത് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഒട്ടും കയ്പില്ലാത്ത നെല്ലിക്കയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ നെല്ലിക്ക വെന്ത് വരുന്ന സമയത്തും ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ 8 നെല്ലിക്ക ഞാൻ അങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ രസം പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ രസം പൗഡറും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പാത്രം നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്കൊന്ന് 1/2 ലിറ്ററിന് മുകളിലുണ്ടാവും. അപ്പോൾ അത്രയും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. നെല്ലിക്കയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ 8 എടുത്തേക്കുന്നത്. എങ്ങനെ പോയാലും ഈ വീട്ടിലെല്ലാവരും നെല്ലിക്ക കഴിക്കും. എനിക്ക് പൊതുവേ നെല്ലിക്ക വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ രസം വെക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെല്ലിക്ക എല്ലാവരും കഴിക്കും. അതുകൊണ്ട് 8 എടുത്തെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആ രസം നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ നെല്ലിക്ക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. രസത്തിനകത്ത് പരിപ്പ് അങ്ങനെ കാണില്ല, ആ ഒരു രീതിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തും വെള്ളം കൂടുതൽ ഒഴിക്കാം. അതായത് വെള്ളം പോരാ, നിങ്ങൾക്ക് ഇത്രയും രസം പോരാ, കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ ഈ സമയത്തും വെള്ളം ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്നും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുകയാണ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് നേരമായിട്ട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ തിളച്ച് വന്നാൽ മാത്രം മതി. നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് താളിച്ചൊഴിക്കാം. ഞാൻ ഇതിൽ പുളിവെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഒരു രസത്തിനകത്ത് പുളിവെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നെല്ലിക്കയ്ക്ക് ചെറിയൊരു പുളിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിവെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നെയ്യിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചേർക്കാവുന്നേ ഉള്ളൂ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് വറ്റൽമുളക്, കരിവേപ്പിലയും ചേർത്തു. അത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഗാർലിക്കോ അല്ലെങ്കിൽ പുളിവെള്ളമോ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു രസമാണ്, യെറ്റ് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള രസമാണ്. പിന്നെ ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ജാഗരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒട്ടും കയ്പില്ലാത്ത നെല്ലിക്ക രസം റെഡി ആയി കേട്ടോ. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് പൈനാപ്പിൾ രസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രസമാണ് ഇതും. അതിന് ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തൊന്ന് കാണിച്ചു തരാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട്. നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും. അതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു 4-5 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് തൊലി ചെത്തി കളയാൻ തോന്നിട്ട്. എനിക്ക് അങ്ങനെയാണ് എളുപ്പം. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നടുക്കത്തെ ഭാഗം കട്ട് ചെയ്ത് കളയും. ഇപ്പം നമുക്ക് വേണ്ടത് പൈനാപ്പിൾ മാത്രമാണ്, നടുക്കത്തെ ഭാഗം വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ മാത്രം മതി. ഞാൻ ആദ്യം ഈ തൊലിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം മോശമായിട്ടുണ്ട്. ഒന്നാമത് ചെറിയ സൈസാണ് മേടിച്ചത്. അതിൽ ഒരു 1/4 ഭാഗം മോശമായി കളയേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പൈനാപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് പ്ലസ് ഉണ്ട്. 2-2.5 കപ്പ് ഉണ്ടാവും പൈനാപ്പിൾ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇനി പീസായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് കടിക്കുന്ന രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയെ. ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്, ഭയങ്കര ചെറുതായിട്ടൊന്നുമല്ല. കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു 1/2 കപ്പ് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പൈനാപ്പിൾ നമുക്ക് കറിക്ക് വേണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഞാനൊരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണ്. വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല പഴുത്ത പൈനാപ്പിൾ ആയിരുന്നു. നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മസാല റെഡിയാക്കാം.
ഒന്നിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വേണമെങ്കിൽ പൊടിച്ചെടുത്താൽ മതി, ക്രഷായി കിട്ടിയാൽ മതി, നന്നായിട്ട് അങ്ങനെ ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാറിലിട്ടിട്ട് മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ വെച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി രസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ചധികം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 2 വലിയ സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ജീരകം കുരുമുളകില്ല അതും കൂടി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ രസം പൗഡർ, ഏത് ബ്രാൻഡിന്റെ രസം പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ രസം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നമ്മൾ പരിപ്പ് വേവിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചാൽ മതി, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. സാമ്പാർ പരിപ്പാണ് കേട്ടോ. അത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലൊക്കെ മതിയാവും, പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി, തവി കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അത് 4 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതാണ് നമ്മൾ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പൈനാപ്പിൾ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. അപ്പോഴേക്കും രസം ആയോ നോക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഈ രസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പരിപ്പങ്ങ് വേവിച്ച് വെക്കാവുന്നേ ഉള്ളൂ. ഇതാ അങ്ങനെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ചെറുതായിട്ട് കുറുകി എല്ലാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, അതായത് നമ്മുടെ രസത്തിന് എത്രത്തോളം വെള്ളം വേണോ അത്രയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് പുളിയുടെ ഒരു കുറവുണ്ട്. പൈനാപ്പിൾ മധുരം അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ല കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മധുരമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മധുരവും പുളിയൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തീരെ പുളി ഉണ്ടാവില്ല. നിങ്ങളുടെ പൈനാപ്പിളിന് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുളിവെള്ളം ചേർക്കരുത്, അത് ഓപ്ഷനിലാണ്, നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം, അത്രയേ ഉള്ളൂ. പിന്നെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം തീരെ മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ പൈനാപ്പിൾ നല്ല പഴുത്താണെങ്കിലും ഒട്ടും മധുരവും ഇല്ല പുളിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേർക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങളുടെ പൈനാപ്പിൾ നല്ല മധുരമുള്ളതും പുളിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാഗരി ഒഴിവാക്കാം, അതേപോലെ തന്നെ പുളിവെള്ളം ഒഴിവാക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് വറ്റൽമുളക് കറിവേപ്പിലയും ചേർത്തു, കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ രസം റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് പച്ചരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി അടുത്തായിട്ട് ഗാർലിക് രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്, അതൊന്ന് ഉടച്ച് വെക്കണം. ഒന്നുകിൽ കൈ കൊണ്ട് ഉടച്ച് വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മാഷർ യൂസ് ചെയ്തിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അടുത്തത് ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ഒന്നുമില്ല, ഒരു ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഇല്ലേ അതും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ഒരു 15 തൊട്ട് 20 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അത്രയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു മിനിറ്റ് എങ്ങാനും ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന തക്കാളി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി അരച്ചിട്ടും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നാമത് ചാറ് കറിയല്ലേ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി മാത്രം തക്കാളി ഇങ്ങനെ ചേർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചിട്ടും ചേർക്കാം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, വീണ്ടും 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കപ്പിന് മേലെ നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ് ഇത്. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വിടുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതായിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് രസപ്പൊടിയുടെ അളവ്
കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഞാനിവിടെ 2.5 ടീസ്പൂൺ രസപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് വിടണം. നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അതേപോലെ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, വെളുത്തുള്ളി കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി അങ്ങനെ മുഴുവനായിട്ട് ഇടാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആ രസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്, ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല മണമായിരിക്കും കേട്ടോ. പിന്നെ കരിവേപ്പിലയും കൂടി ചേർത്തു. ലാസ്റ്റിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് ഇത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് അധികം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി. ഈ ഒരു രസം തണുപ്പ് കാലത്ത് അതേപോലെ സുഖമില്ലാത്ത സമയത്തൊക്കെ ഒന്ന് കുടിച്ചു നോക്കൂ, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അല്ലേ, ഇനി രസം ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം രസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, കുരുമുളക്, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അരയ്ക്കുന്നില്ല, ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യണം, മിക്സിയുടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രഷായി കിട്ടിക്കോളും. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ക്രഷ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ അങ്ങനെ തന്നെ ചേർക്കാം, മുഴുവനായിട്ടും ചേർക്കാം. പക്ഷേ കുരുമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും അത് മൂന്നും ക്രഷ് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി ചെല്ലത്തുള്ളൂ രസത്തിലേക്ക്. ഇത് ഞാൻ അരച്ച് വെച്ചതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചു വേണം കേട്ടോ, നല്ലതുപോലെ വെട്ടി തിളക്കണം. അപ്പോൾ ആ ഒരു സമയത്താണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഏകദേശം അരക്കപ്പോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പിന് മുകളിലുണ്ട് എന്തായാലും. അപ്പോൾ അതും കൂടി ഒന്ന് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് രസപ്പൊടി ചേർത്ത് കൊടുക്കണം, രസം പൗഡർ ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ രസം പൗഡറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡ് ഉണ്ടോ അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ കുറേ ആയി ഞങ്ങളിപ്പം ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം, രസം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചേർക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചു. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നോർമൽ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി. ഫൈനലായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മല്ലിയില ചേർക്കാം. അങ്ങനെ തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രസം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.